റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കുണ്ടന്നൂരിലെ തോക്ക് ചൂണ്ടി കവർച്ച കള്ളപ്പണം വെളുപ്പിക്കലിന് പ്രതികൾ കണ്ടെത്തിയ മാർഗമെന്ന് പോലീസ്. ഏജന്റുമാർ വഴിയാണ് പണമുള്ളവരെ കണ്ടെത്തിയിരുന്നത്. പോലീസിൽ പരാതി നൽകിയാൽ പരാതിക്കാരനെ കുടുക്കാനുള്ള പദ്ധതിയും കവർച്ചയ്ക്ക് മുൻപ് തയ്യാറാക്കിയിരുന്നു. കവർച്ച നടത്തിയ 14 ലക്ഷം രൂപ കൊണ്ട് പ്രതി ലെനിൻ ഏലക്ക വാങ്ങി. ബാക്കി തുകയ്ക്ക് മൊബൈൽ ഫോണുകൾ വാങ്ങിയെന്ന് മൊഴി. ഷബാസ് അഹമ്മദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷബാസ്, എന്താണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം? എങ്ങനെയാണ് ഇവരുടെ ഈ രീതി? ശ്രുതി, കീർത്തന കുണ്ടന്നൂരിലെ വ്യവസായിയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി പണം കവർന്ന കേസിൽ ഒന്നാം പ്രതിയായ മുഖ്യ സൂത്രധാരെന്ന് കരുതുന്ന ജോജി പിടിയിലായതിനു പിന്നാലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. കുണ്ടന്നൂർ കവർച്ചയ്ക്ക് പിന്നിൽ നടന്നത് ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്ന പേരിൽ നടന്ന തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കലിന് പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗ്ഗമാണ്. ഈ പണമുള്ളവരെ കണ്ടെത്താൻ ഏജന്റുമാരെ നിയോഗിച്ചായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഈ കള്ളപ്പണം വെളുപ്പിക്കാനായുള്ള ഒരു മാർഗ്ഗമായിരുന്നു ഈ ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്ന പേരിൽ നടന്ന തട്ടിപ്പിനെ ഈ പ്രതികൾ ഉപയോഗിച്ചത്. ഈ കവർച്ച ആസൂത്രണം ചെയ്തത് ഇന്നലെ പിടിയിലായ ജോജി എന്ന ഒന്നാം പ്രതിയും ഒപ്പം നേരത്തെ പിടിയിലായ ജില്ലാ കോടതിയിലെ അഭിഭാഷകനായ നിഖിൽ നരേന്ദ്രനാഥും ഈ കൊച്ചിയിൽ നിന്ന് പിടിയിലായ ബുഷറ എന്ന യുവതിയും ചേർന്നാണ്. ഇവർ 3 പേരുമാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരന്മാർ എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ ചേർന്നാണ് ഈ ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്ന പേരിൽ നടന്ന ഈ തട്ടിപ്പ്, ഈ കള്ളപ്പണം വെളുപ്പിക്കൽ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്. ഇവർ വളരെ കൃത്യമായി വളരെ ആസൂത്രണത്തോടെയാണ് ഈ തട്ടിപ്പും കവർച്ചയും ഒക്കെ നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പണം നഷ്ടപ്പെട്ടയാൾ പോലീസിൽ പരാതി നൽകിയാൽ അതിനെ തടയിടാനുള്ള മാർഗങ്ങളടക്കം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇപ്പോൾ ഈ ഇന്നലെ പിടിയിലായ ലെനിൻ എന്ന 12ാം പ്രതി ഇടുക്കിയിൽ നിന്നാണ് പിടിയിലായത്. ഇയാൾ ഇടുക്കിയിൽ ഈ മോഷ്ടിച്ച പണം കൊണ്ട് 14 ലക്ഷം രൂപയോളം വരുന്ന പണത്തിന് ഏലക്ക വാങ്ങിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇയാളൊരു ഏല കർഷകനാണ്. ഈ ഒന്നാം പ്രതിയായ മുഖ്യ സൂത്രധാരനായ ജോജിയെ മുരിക്കാശ്ശേരിയിലുള്ള ഏലത്തോട്ടത്തിൽ ഒളിപ്പിച്ചതും ഈ 12ാം പ്രതിയായ ലെനിനാണ്. ഈ ഏലക്കയടക്കം മരട് പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ചാക്കുകണക്കിന് ഏലക്കയാണ് ഇപ്പോൾ മരട് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ ആസൂത്രിതമായി നടന്ന ഒരു കവർച്ചയാണ് കുണ്ടന്നൂരിൽ നടന്നത്. അതിന് പിന്നിലുള്ള മുഖ്യ സൂത്രധാരന്മാരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ ബാക്കിയുള്ള പണത്തിൽ കുറച്ച് പണം എടുത്ത് മൊബൈൽ ഫോണുകളടക്കം വാങ്ങി എന്ന മൊഴിയാണ് പ്രതികൾ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏകദേശം 70 ലക്ഷം രൂപയോളമാണ് ഇതുവരെ ഈ കേസിൽ കണ്ടെടുത്തിരിക്കുന്നത്. 80 ലക്ഷം രൂപയായിരുന്നു ആകെ നഷ്ടപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ 11 പ്രതികളും പിടിയിലായിട്ടുണ്ട്. ഇനി പിടിയിലാകാനുള്ളത് മുഖംമൂടി ധരിച്ച് കവർച്ച നടത്തിയ 3 അംഗ സംഘത്തിലെ ഒരാളാണ്. ശ്രുതി.